പ്രാർത്ഥിച്ചിരിക്കാം. കർത്താവും രക്ഷിതാവുമായ നമ്മുടെ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവന് ഞാൻ സ്തുതിസ്തോത്ര ബഹുമാനങ്ങൾ അർപ്പിക്കുന്നു. ആദരണീയരായ കർത്താവിന്റെ ദാസന്മാർ, യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിലകളായി വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, എല്ലാവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ഈ പ്രത്യേക സാഹചര്യത്തിലും നമുക്കൊരുമിച്ച് ദൈവവചനത്തിന്റെ മുൻപിലായിരിക്കാൻ കഴിയുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ സഹകരണങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രവും വിശുദ്ധന്മാർക്ക് നന്ദിയും അറിയിക്കുന്നു. ഒരർത്ഥത്തിൽ സ്തോത്രവും നന്ദിയും ഒന്ന് തന്നെയാണ്. ദൈവത്തോടുള്ള ആ ഒരു നന്ദി പ്രകടനം, പ്രത്യേകിച്ച് വേദപുസ്തക ഭാഷ സ്തോത്രം എന്നാണ്. മനുഷ്യനോട് അത് സാധാരണ നിലയിൽ നന്ദി എന്നും പറയും എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെ ഇതിനു ശേഷം വീഡിയോയിൽ കാണുന്നവരുടെ അറിവിലേക്ക് പറയുന്നു. ഞാനിപ്പോൾ പുറത്തായതുകൊണ്ടും വേറെ സാഹചര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടും ഒരു സ്നേഹിതന്റെ വാഹനത്തിലിരുന്നു കൊണ്ടാണ് ഈ ക്ലാസ് നയിക്കുന്നത്. അതുകൊണ്ട് മറ്റ് ബുദ്ധിമുട്ടുകൾ ആർക്കും ഉണ്ടാകരുത് എന്ന് പ്രത്യേകിച്ച് ഒന്ന് ഓർപ്പിക്കുന്നുവെന്ന് മാത്രം. ഇന്നയോളം നമ്മെ തിരുച്ചിറകടിയിൽ മറച്ച, തിരുകൃപയിൽ കാത്ത ദൈവത്തിന്റെ സ്നേഹത്തിൽ നമുക്ക് വീണ്ടും ആശ്രയിക്കാം. നമ്മെയും നമ്മുടെ പിതാക്കന്മാരെയും ഒക്കെ ഇന്നയോളം നടത്തിയ ദൈവം മേലിലും നമ്മെ നടത്തുവാൻ ശക്തനാകൊണ്ട് സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ചെയ്ത വൻ പ്രവൃത്തികളെ ഓർത്ത് നമ്മുടെ ദൈവത്തിന്റെ മഹാശക്തിയെ മനസ്സിലാക്കിക്കൊണ്ട് മേലിലും നമ്മെ നടത്തുവാൻ മതിയായവൻ എന്ന ഉറപ്പോടുകൂടെ നമുക്ക് മുൻപോട്ട് പോകാം. ഇസ്രായേൽ മക്കളുടെ പാപങ്ങളിൽ ഒരു പാപം അവർ മുൻകാലങ്ങളിൽ ദൈവം അവർക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങളെ മറന്നുകളഞ്ഞു എന്നുള്ളതായിരുന്നു. ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ച മഹാത്ഭുതങ്ങളെ അവർ മറന്നുകളഞ്ഞതുകൊണ്ട് പിന്നീട് അവരുടെ ജീവിതത്തിൽ നേരിട്ട പ്രയാസങ്ങളിൽ അവരാശങ്കപ്പെട്ട് ആവലാതിപ്പെട്ട് ദൈവത്തെ പരീക്ഷിക്കുന്നവരായി തീർന്നു. അത് നമുക്ക് സംഭവിക്കരുത്. നമുക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ ഞാൻ ഇവിടെ മീൻസ് നിലമ്പൂരിൽ വന്ന് ഞാൻ മുമ്പേ പറഞ്ഞ യവരാജാനും ഒക്കെ കൂടെ ആ നിലമ്പൂർ പ്രദേശങ്ങളിൽ ആദ്യകാലങ്ങളിലെ ചില പെന്തക്കോസ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ അവിടെ പറഞ്ഞു കേട്ട ഒരു അനുഭവം, ഒരു പ്രത്യേക സഭാവിഭാഗം, TPM ഒന്നും അല്ല കേട്ടോ, സാധാരണ ഒരു പെന്തക്കോസ്ത ഇൻഡിപെൻഡന്റ് സ്വതന്ത്ര വിഭാഗത്തെ പറ്റി കേട്ടു. അവർ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നവരായിരുന്നു. രണ്ട് അനുഭവങ്ങളും ഞാൻ കേട്ടു. അത് നിങ്ങളുടെ ഉറപ്പിന് വേണ്ടി പറഞ്ഞുകൊണ്ട്, മുഖവരയോട് ചേർത്ത് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകുന്നു. ഒരാളിൻ്റെ കണ്ണിനെന്തോ അസുഖം വന്നിട്ട് കണ്ണ് അഴുകിയിട്ട് കണ്ണിൽ പുഴു പിടിച്ചു. പക്ഷേ ആ സന്ദർഭത്തിൽ പോലും അവര് ആശുപത്രിയിൽ പോകാതെ, വൈദ്യന്മാരിൽ ആശ്രയിക്കാതെ, ദൈവദാസന്മാരും ദൈവമക്കളും ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു. ആ പുഴു പിടിച്ച പഴുത്ത അളിഞ്ഞ കണ്ണ് കർത്താവ് സൗഖ്യമാക്കി. ആ അത്ഭുതങ്ങളെ കണ്ട് പലരും കർത്താവിങ്കിലേക്ക് വന്നു. മറ്റൊരു അനുഭവം പറഞ്ഞത്, പാമ്പ് കടിച്ച് മരിക്കാറായ ഒരാൾ കിടന്നിട്ട് സഭാ ഹാളിൽ ആ വ്യക്തിയെ കൊണ്ടുവന്നിട്ടിട്ട് ആ സഭാ ശുശ്രൂഷകനും ആ സഭയുടെ തുടക്കക്കാര്, സഭാ നേതൃത്വവും ഒക്കെ കൂടെ
വന്ന് വിശ്വാസികളും എല്ലാവരും കൂടെ വന്ന് ചുറ്റിനും ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ഓരോരുത്തരും തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുക. അപ്പം ചില പാപങ്ങളൊന്നും പരസ്യമായിട്ട് ഏറ്റുപറയത്തില്ലല്ലോ. പക്ഷെ ആ കർത്താവിന്റെ ദാസൻ പരിശുദ്ധാത്മാവിൽ വിവേചിച്ച് പറഞ്ഞു, ഇല്ല, എല്ലാം ഏറ്റുപറഞ്ഞിട്ടില്ല, ഏറ്റുപറയണം. അങ്ങനെ ദൈവാത്മാവ് നിർബന്ധിച്ച് കൂടി വന്നിരുന്നവരൊക്കെ അവരുടെ രഹസ്യ പാപങ്ങളെ പോലും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ദൈവദാസൻ പറഞ്ഞു, ഇനി നമുക്ക് ഈ വ്യക്തിയുടെ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. മരണാസന്നനായി സർപ്പദംശനമേറ്റ് വിഷപ്പാമ്പ് കടിച്ച് മരണാസന്നനായി കിടന്നയാള് എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിക്കത്തക്കതുപോലെ ദൈവസൗഖ്യമാക്കി. ഇതൊക്കെ നമ്മുടെ ഇടയിൽ നടന്നിട്ടുള്ള സംഗതികളാണ്. പക്ഷേ ഇന്ന് നമുക്ക് ആ ദൈവത്തിൽ വേണ്ടത്ര വിശ്വാസം ഉണ്ടെന്ന് നമ്മൾ പറയും, വിശ്വാസം ഇല്ലെന്ന് ഒരിക്കലും നമ്മൾ പറയത്തില്ല. പക്ഷേ കർത്താവിൽ നമ്മൾ ആശ്രയിക്കുന്നില്ല. സ്തോത്രം. ഇസ്രായേൽ മക്കളുടെ അതേ പാപമാണ് നാം ചെയ്യുന്നത്. ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ നമ്മൾ മറന്നു കളഞ്ഞു. അതൊരു വലിയ പാപമാകട്ടോ. സ്തോത്രം. അതൊരു വലിയ പാപമാണ്. സ്തോത്രം. നമുക്ക് ദൈവം നമുക്കായി ചെയ്ത അത്ഭുതങ്ങളെ ഇസ്രായേൽ മക്കളെ പോലെ മറന്നു കളയാതെ, അന്ന് എനിക്ക് വേണ്ടി ചെയ്തെങ്കിൽ, അന്ന് ഇന്നവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചെങ്കിൽ ഇന്ന് നമുക്ക് വേണ്ടിയും ദൈവം പ്രവർത്തിക്കും എന്ന ഉറപ്പോടുകൂടെ മുൻപോട്ട് പോകാം. യോർദാന്റെ തീരത്ത് എലീശ പ്രവാചകൻ അതല്ലേ ചെയ്തത്? ഏലിയാവും എലീശയും കൂടെ അങ്ങോട്ട് പോയി. ഏലിയാവ് പുതപ്പെടുത്തടിച്ച്, അല്ലെങ്കിൽ ഏലിയാവ് യോർദാനെ പിളർന്നാണ് രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയത്. പക്ഷേ അക്കരെ എത്തിക്കഴിഞ്ഞിട്ട് ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. യോർദാൻ മുറിച്ചു കടന്ന് ഇക്കരയ്ക്ക് വരാൻ ഇപ്പോൾ എലീശ മാത്രമേ ഉള്ളൂ. എലീശ അവിടെ നിന്നുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു, ഏലിയാവിൻ്റെ ദൈവം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ആ പുതപ്പെടുത്തടിച്ചു. യോർദാൻ പിൻവാങ്ങിപ്പോയി. സ്തോത്രം. അപ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിലും ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെ നാം കാണുന്നെങ്കിൽ എലീശയെപ്പോലെ നമുക്കും പറയാം, കർത്താവേ, അവർക്ക് വേണ്ടി അങ്ങ് ഇങ്ങനെ പ്രവർത്തിച്ചെങ്കിൽ ഇന്നും ഞങ്ങൾക്കായിട്ടും പ്രവർത്തിപ്പാൻ അങ്ങ് മതിയായവൻ. കാരണം നമ്മുടെ ദൈവം വയസ്സനാകുന്നില്ല. ജരാനരകൾ ബാധിക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്നലെയും ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവ് അനന്യനാണ്. സ്തോത്രം. അവന്റെ ശക്തിക്ക് കുറവുണ്ടാകുന്നില്ല, കണ്ണ് മങ്ങുന്നില്ല, കൈകൾ കുറുതാകുന്നില്ല, കാതുകൾ മന്ദമായി പോകുന്നില്ല. സ്തോത്രം. വേദപുസ്തകത്തിൽ വെളിപ്പെട്ടിട്ടുള്ള ദൈവം അങ്ങനെ തന്നെ പൂർണ്ണ ശക്തിയോടെ ഇന്നുമുണ്ട്, ഇന്നും പ്രവർത്തിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് അക്കാലത്തെ ഭക്തന്മാരെ പോലെ നമുക്കും കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം എന്നൊരല്പം നീണ്ട മുഖവരയ്ക്ക് ഞാൻ ഇവിടെ അവസാനം കുറിക്കുന്നു. നമ്മൾ പഠിക്കുന്ന വിഷയത്തിലേക്ക് കടന്നു വരാം. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ നമുക്ക് ഒന്നും കൂടെ വായിക്കാം. റെവലേഷൻ ചാപ്റ്റർ 18, 1, 2 and 3 പ്ലീസ്. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത്, വീണുപോയി, മഹതിയ ബാബിലോൺ വീണുപോയി, ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെയും തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു. അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം സകല ജാതികളും കുടിച്ചു. ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യസംഗമം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ കുളപ്പിന്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു.
വേറൊരു ശബ്ദം സ്തോത്രം. സ്വർഗത്തിൽ മതി 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 1, 2, 3 വാക്യങ്ങൾ മതി. താങ്ക് യു സിസ്റ്റർ. ഇന്നലെ നമ്മൾ 17ഉം 18ഉം അധ്യായങ്ങളെ ഒന്ന് താരതമ്യം ചെയ്ത് പഠിക്കുകയായിരുന്നു. 17ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത് ഒരു ദുർമാർഗിണിയായ അല്ലെങ്കിൽ ഒരു മഹാവേശ്യയായ സ്ത്രീയെയാണ്. അത് ഒരു രൂപകമായി, ഒരു സിംബലായി നമ്മൾ കണ്ടു. സ്തോത്രം. അത് റോമ നഗരവും റോമ സഭയും, റോമാ സഭ എന്ന് പറയുമ്പോൾ ഇന്നത്തെ റോമൻ കത്തോലിക്കർ മാത്രം ഉൾപ്പെടുന്നതല്ല, പകരം ബാബിലോണ്യ മതത്തിൽ നിന്ന് വിശ്വാസ സംഹിതകളെ സ്വീകരിച്ചിട്ടുള്ള മുഴുവൻ ആത്മീയതയുടെ, മതത്തിന്റെ, വിശ്വാസത്തിന്റെ പേരെടുത്തവരെല്ലാവരും ഉൾപ്പെടുന്നതാണ്. അപ്പം അതായിരുന്നു അവളെ ഒരു സ്ത്രീ എന്നും ഒരു വേശ്യയെന്നും ഒരു മാതാവെന്നും ഒക്കെ വിളിച്ചിരിക്കുന്നു. അവിടെ കാണുന്നത് മുഴുവനും മതപരമായ അരുതായ്മകളാണ്, റിലീജിയസ് അബോമിനേഷൻസ് ആണ് അവിടെ കാണുന്നത്. അവളെ നശിപ്പിച്ചത് എതിർക്രിസ്തുവിന്റെ രാഷ്ട്രീയ ശക്തിയാണ്. ദ പൊളിറ്റിക്കൽ പവർ ഓഫ് ആന്റിക്രൈസ്റ്റ് വിച്ച് supported her earlier destroyed her completely. ഒരിക്കൽ അവളെ സഹായിച്ച, ഒരിക്കൽ അവളുടെ സഹായം ഏറ്റുവാങ്ങിയ എതിർക്രിസ്തുവിന്റെ രാഷ്ട്രീയ ശക്തി തന്നെ അവളെ നിർമൂലമാക്കിയതായി നമ്മൾ കണ്ടു. എന്നാൽ 18ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നാം കാണുന്നത് ദ സിംബൽ ഈസ് ആസ് എ സിറ്റി, ഒരു നഗരം, റാദർ എ കിങ്ഡം, ആൻ എംപയർ, ഒരു സാമ്രാജ്യ ശക്തിയായി, ഒരു രാജ്യമായിട്ടാണ് നാം 18ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. കൂടാതെ ആസ് എ കോസ്റ്റൽ സിറ്റി, ഒരു തുറമുഖ നഗരമായിട്ട് നമുക്ക് 18ാം അധ്യായത്തിലെ ബാബിലോണിനെ കാണുവാൻ സാധിക്കും. ഒരു തുറമുഖ നഗരം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ വാണിജ്യമാണ്, വ്യാപാരമാണ് പ്രധാനപ്പെട്ട് നാം കാണുന്നത്. അവിടെ ഒരു ഹാബിറ്റേഷൻ, അവിടെ പാർപ്പുണ്ട്. അതൊരു വലിയ നഗരമാണ്, ഒരു വ്യാപാരശാലയാണ്, ഒരു വ്യാപാരശാലയാണ്. അതുപോലെ അവളുടെ പാപമെന്ന് പറയുന്നത് സമ്പത്ത് നിമിത്തം, ധനം നിമിത്തം അവളുടെ ഭയങ്കരമായ സ്വാധീനവും അഹങ്കാരവും ആഡംബരപൂർണതയുമാണ്. കിട്ടും തോറും അത് പോരാ എന്നുള്ള നിലയിൽ അത്യാഗ്രഹത്തോടെ അവൾ മുൻപോട്ട് പോയതായി നമുക്ക് കാണാം. അവളെ നശിപ്പിക്കുന്നത് മറ്റാരുമല്ല, ദൈവം നേരിട്ടാണ്. അതും പൊടുന്നനവയാണ്. 1 മണിക്കൂർ കൊണ്ട് എന്ന നിലയിൽ വളരെ പെട്ടെന്നായിരുന്നു ആ ബാബിലോണിന്റെ നാശം എന്നുള്ളതും നമുക്ക് കാണാം. നാം അതേ സംബന്ധിച്ച് കുറെ കാര്യങ്ങൾ കാണുകയുണ്ടായി. അതിലെ ഒരു സംഗതി കൂടെ എടുത്തു പറഞ്ഞിട്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ ബാബിലോൺ, 18ാം അധ്യായത്തിലെ ബാബിലോൺ 17ൽ നിന്നും വ്യത്യസ്തയാണ് എന്നുള്ളതായിരുന്നു. അതിനെപ്പറ്റി നാം കണ്ടത് അതിൻ്റെ ലൊക്കേഷൻ, അതായിരുന്നു നമ്മൾ ഏറ്റവും ഒടുവിൽ ചിന്തിച്ചത്, അല്ലേ? From the location of the city of this great Babylon, അതൊരു അക്ഷരീയമായ പട്ടണത്തിന്റെ സൂചനയാണ് നമുക്ക് നൽകുന്നത് എന്ന്
നാം കണ്ടു. അതിന് തെളിയിക്കുന്നതിനുള്ള ചില സംഗതികൾ നമുക്ക് കാണുവാനായിട്ടുണ്ട്. അതില് നാം കണ്ടു, ഈ ബാബിലോൺ എതിർക്രിസ്തുവിന്റെ രാഷ്ട്രീയ ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രമാണ്. This Babylon in 18 is the political headquarters of Antichrist, the last human government. ഏറ്റവും ഒടുവിലത്തെ ഹ്യൂമൻ ഗവൺമെന്റ്, മാനുഷിക സർക്കാർ, ഭരണകൂടമായ എതിർക്രിസ്തുവിന്റെ രാഷ്ട്രീയ തലസ്ഥാനമായിരിക്കും ഈ നഗരം എന്നുള്ളതാണ് നാം കണ്ടത്. അതിനുള്ള ചില തെളിവുകൾ നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് നോക്കുവാനായിട്ട് സാധിക്കും. അതായത് അതിൽ ഒന്നാമത്തെ സംഗതി, the ancient literal Babylon was never suddenly destroyed as prophesied in different parts in the Old Testament. The literal ancient Babylon was not at all destroyed at once as prophesied in the Old Testament. പഴയ നിയമത്തിൽ പല ഭാഗങ്ങളിലും പ്രവചിച്ചിട്ടുള്ളതുപോലെ പഴയ നിയമത്തിലെ അക്ഷരീക ബാബിലോൺ നഗരം പെട്ടെന്ന് നശിപ്പിക്കപ്പെട്ടതായി രേഖകളില്ല. അത് നശിപ്പിക്കപ്പെടുന്നത്, ആ പ്രവചനങ്ങൾ നിറവേറുന്നത് ഈ 18-ാം അധ്യായത്തിലാണ്. ഒരു ഉദാഹരണത്തിന് യെശയ്യാ പ്രവചനം 13:19 ഞാൻ കരുതുന്നത്. ഐശയ്യാ 13:19 പ്ലീസ്. യെശയ്യാ 13:19. And Babylon, the glory of kingdoms, the beauty of the Chaldeans' pride, will be as when God overthrew Sodom and Gomorrah. അവിടെ നമ്മൾ കാണുന്നു, സൊദോം ഗൊമോറയെ ദൈവം പെട്ടെന്നല്ലായിരുന്നു എടുത്തു കളഞ്ഞത്, നശിപ്പിച്ചത്. അപ്പൊ സൊദോം ഗൊമോറയെ നശിപ്പിച്ചതുപോലെ കൽദയരുടെ അഭിമാനമായ, ഒന്നും കൂടെ പറഞ്ഞാൽ കൽദയരുടെ, കൽദയരുടെ അഹങ്കാരമായ ബാബിലോണിനെ പെട്ടെന്ന് നശിപ്പിക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ധാരാളം പ്രവചന ഭാഗങ്ങൾ നമുക്ക് പഴയ നിയമത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അപ്പം ആ പ്രവചനങ്ങൾക്കനുസരിച്ച് ഇതുവരെ ബാബിലോണിന് പെട്ടെന്നുള്ള ഒരു നാശം സംഭവിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് ആ പ്രവചനങ്ങൾ നിറവേറേണ്ടതിന് ഈ ബാബിലോൺ പെട്ടെന്ന് നശിപ്പിക്കപ്പെട്ടേ സാധിക്കൂ. വേറെ ഒത്തിരി പ്രവചന ഭാഗങ്ങളുണ്ട്. അത് നമുക്ക് ആ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഒന്നും കൂടെ നോക്കാവുന്നതാണ്. ഇപ്പോൾ തെളിവിന് വേണ്ടി ഓരോ ഭാഗം മാത്രം പറഞ്ഞ് നമ്മൾ വിടുന്നു. ഒന്നാമത്തെ കാര്യം മനസ്സിലായല്ലോ, ഇത് അക്ഷരീക ബാബിലോൺ ആയിരിക്കും എന്ന് നമ്മൾ പഠിക്കുന്നതിനുള്ള ഒന്നാമത്തെ കാരണം. കുറെ പ്രവചനങ്ങൾ, ബൈബിളിലെ പ്രവചനങ്ങൾക്ക് പലതരത്തിലുള്ള നിവൃത്തികളുണ്ട്. ഇമ്മീഡിയറ്റ് ഫുൾഫിൽമെന്റ്, പെട്ടെന്നുള്ള ആസന്ന ഭാവിയിൽ ഉള്ള നിവൃത്തി ചില പ്രവചനങ്ങൾക്കുണ്ട്. ഫ്യൂച്ചറിസ്റ്റിക് ഫുൾഫിൽമെന്റ്, ചില പ്രവചനങ്ങൾക്ക് ഭാവിപരമായ പൂർത്തീകരണമാണുള്ളത്. Some prophecies have spiritual fulfillment as well as literal fulfillment. അപ്പം ചിലപ്പോൾ ഒരു പ്രവചനത്തിന് തന്നെ ഈ പറഞ്ഞ 4 ഭാഗങ്ങൾ ഉണ്ടാകാം.
ബൈബിളിലെ പല പ്രവചനങ്ങൾക്കും ഒരു ആത്മീയ നിവൃത്തിയും അക്ഷരീക നിവൃത്തിയും ഒരു ആകസ്മിക നിവൃത്തിയും ഒരു ഭാവികാല പൂർത്തീകരണവും ഉണ്ടാകാം. തൽക്കാലത്തേക്ക് ചില പ്രവചനങ്ങൾ നിവൃത്തിയായി എന്ന് കരുതിയാൽ പോലും അവയിൽ പലതിനും ഭാവിപരമായ പൂർത്തീകരണങ്ങളും ഉണ്ടാകാം. ഇപ്പം ബാബിലോണിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ ചിലത് ഭാഗികമായി നിറവേറിയിട്ടുണ്ട്. ബാബിലോണിന്റെ പതനത്തെക്കുറിച്ച് പറഞ്ഞത് അത് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ അക്ഷരീയവും പൂർണ്ണവുമായ നിവൃത്തി ഇതുവരെ സംഭവിച്ചിട്ടില്ല. അത് സംഭവിക്കുന്നത് ഈ വെളിപ്പാട് 18-ലായിരിക്കുമെന്നാണ് നമ്മളിപ്പോൾ ഒന്നാമത്തെ തെളിവായിട്ട് കണ്ടത്. വ്യക്തമാണല്ലോ? ഇത് സ്പീഡൊന്നും കൂടുതലില്ലല്ലോ. കൂടെ വരുന്നുണ്ടേ? സ്തോത്രം. ഓക്കെ, എങ്കിൽ ശരി. രണ്ടാമത്തെ സംഗതി, രണ്ടാമത്തെ കാര്യം, ഇവിടെ നാം വീണ്ടും കാണുന്നത് the description is about the literal Babylon. ഇവിടെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങൾ ചേരുന്നതും അക്ഷരീക ബാബിലോണിനാണ്. അക്ഷരീക ബാബിലോണിനാണ്. പ്രത്യേകിച്ച് ജെറമായ ചാപ്റ്റർ 51, യിരെമ്യാവ് 51 പറഞ്ഞിരിക്കുന്ന ഈ 18-ാം അധ്യായം വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ബാബിലോണിലാണ് നിറവേറി കാണുന്നത്. സോ ദ ഡിസ്ക്രിപ്ഷൻ ഗിവൻ ഹിയർ ഇൻ ചാപ്റ്റർ 18 ഓഫ് റെവലേഷൻ, they are so much connected with the literal Babylon, the prophecies about the literal Babylon in the Old Testament portions. For example, is Jeremiah 51. യിരെമ്യാവ് 50-40 വാക്യം ഒന്ന് വായിക്കാമോ? ജെറമായ 50 verse 40. As God overthrew Sodom and Gomorrah and the neighbor cities thereof, said the Lord, so shall no man abide there, neither shall any son of man dwell therein. കണ്ടോ? ഒരു മനുഷ്യനും ഇനി അവിടെ വസിക്കാത്തതുപോലെ ബാബിലോണിനെ നശിപ്പിക്കുന്നതിനെ പറ്റി പറയുക. മുമ്പേ നമ്മൾ യെശയ്യാവിൽ വായിച്ചതുപോലെ തന്നെ സൊദോം ഗൊമോറയുടെ ദൃഷ്ടാന്തം എടുത്തു പറഞ്ഞുകൊണ്ട് ഇവിടെ കർത്താവ് പറയുന്നു. അങ്ങനെ കർത്താവ് ഈ ബാബിലോണിനെ നശിപ്പിച്ചു കളയും എന്ന്. 51-ാം അധ്യായമാണെന്ന് അതിന്റെ 26-ാമത്തെ വാക്യം 51:26. നിന്നിൽ നിന്നും അവർ മൂലക്കല്ലായിട്ടോ അടിസ്ഥാനക്കല്ലായിട്ടോ ഒരു കല്ലും എടുക്കാത്തവണ്ണം നീ നിത്യശൂന്യമായി ഭവിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. നിത്യശൂന്യമായി ബാബിലോൺ തീരുന്നതിനെ കുറിച്ച്. അതുപോലെ തന്നെ 43:43 വാക്യം. Her cities are a desolation, a dry land, and a wilderness, a land wherein no man dwelleth, neither does any son of man pass thereby. സ്തോത്രം. കണ്ടോ? ഈ 50-51 അധ്യായങ്ങളിൽ യിരെമ്യാവ് വിളിച്ചു പറയുന്നത് അത് അക്ഷരീയമായി നിവർത്തിക്കപ്പെടുന്നത് 18-ാമത്തെ അധ്യായം യെശയ്യാവ് വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നു. അവിടെ നാം കാണുന്നത് അതിൻ്റെ
2, 3 വാക്യങ്ങളിൽ നമ്മൾ കണ്ടല്ലോ. ഈ 18-ാം അധ്യായത്തിൽ പറയുന്ന നഗരം നിത്യശൂന്യമായി തീരുകയാണ്. അതുകൊണ്ട് പ്രവചിച്ച പ്രവചനങ്ങളുടെ വിവരണങ്ങൾ അക്ഷരീയമായും ബാബിലോണുമായിട്ടാണ് ഒക്കുന്നത്. ഒരു മനുഷ്യനും പാർക്കാത്ത നിത്യശൂന്യമായി തീരുന്ന അനുഭവം. ഒരു കല്ല് മറ്റൊരു കല്ലിനോട് യോജിക്കാത്തതുപോലെ ഓരോ കല്ലും ഇളക്കിക്കളയുന്ന അനുഭവം. അത് ഇതുവരെ സംഭവിച്ചോ ബാബിലോണിന്? ഇല്ല. ബാബിലോൺ എന്നിപ്പോൾ നമ്മൾ പറയുന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഇറാഖ് എന്നാണ്. ഇറാഖ്. നമ്മളതേക്കുറിച്ച് ഉൽപ്പത്തി 10, 11 അധ്യായങ്ങളിൽ 17-ാം അധ്യായത്തിന്റെ വിവരണ പഠനത്തിൽ കണ്ടിരുന്നല്ലോ. അവിടെ ഇറാഖിനെ കുറിച്ചും കൽദയരെ കുറിച്ചും ആ ജാതികളുടെ ഉത്ഭവത്തെക്കുറിച്ചും നിമ്രോദ് അതിന്റെ ഭരണാധിപനായിരുന്നതിനെ കുറിച്ചുമൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ആ അക്ഷരീയമായ വിശദീകരണങ്ങൾ, വിവരണങ്ങൾ നിവൃത്തിയാകുന്നത് ഇവിടെ ബാബിലോണിനാണ്. ഏറെ യോജിക്കുന്നത് അക്ഷരീയ ബാബിലോണിനാണ്. മൂന്നാമത്തെ, ഇതിനോടൊക്കെ ചേർന്ന് തന്നെ ഉള്ളതാണ്, ദിസ് ഡിസ്ട്രക്ഷൻ ഓഫ് literal Babylon has to be carried out on the very day of the Lord. യഹോവയുടെ ദിവസം അന്നാണ് ഈ പ്രവചനങ്ങളൊക്കെ ബാബിലോണിന്മേൽ നിവർത്തിക്കപ്പെടുന്നതെന്നും നമുക്ക് പഴയ നിയമ പ്രവചനങ്ങളിലൂടെ കാണാം. The Old Testament prophecies describe that these prophecies or this destruction, prophecies about the utter doom, will be fulfilled on the day of the Lord. The day of the Lord is, we have already seen, the time of tribulation. യഹോവയുടെ നാൾ അല്ലെങ്കിൽ യഹോവയുടെ ദിവസം അല്ലെങ്കിൽ കർത്താവിൻ്റെ നാൾ എന്ന് വിളിക്കപ്പെടുന്ന, ദൈവക്രോധം പകരപ്പെടുന്ന മഹാപീഡനകാലത്തു മാത്രമാണ് ഈ നിത്യനാശം ഈ പട്ടണത്തിന് സംഭവിക്കുന്നതെന്ന് പഴയ നിയമഭാഗങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സ്തോത്രം. ഐശയ്യ 13:6, യെശയ്യാ 13:6 വാക്യം. യഹോവയുടെ ദിവസം സമീപിച്ചിരിക്കൊണ്ട് മുറയിടുവിൻ, അത് സർവശക്തനിൽ നിന്നും സർവനാശം പോലെ വരുന്നു. കണ്ടോ, യഹോവയുടെ ദിവസം. ഈ യെശയ്യാ 13-ാം അധ്യായവും ബാബിലോണിന്റെ പതനത്തെപ്പറ്റി പ്രവചിക്കുന്ന അധ്യായമാണ്. അത് സംഭവിക്കുന്നത് യഹോവയുടെ ദിവസത്തിലാണെന്ന് പറയുന്നു. ആ യഹോവയുടെ ദിവസം, കർത്താവിന്റെ നാൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശത്രുക്കളെ ദൈവം ന്യായം വിധിക്കുന്ന ആ ദൈവത്തിന്റെ ക്രോധ ദിവസമാണ്. ദൈവത്തിന്റെ ശത്രുക്കളെ ദൈവം ന്യായം വിധിക്കുന്ന ദൈവത്തിന്റെ ക്രോധ ദിവസമാണ് ഈ യഹോവയുടെ നാൾ. The day of the Lord is the very day of God's wrath against God's enemies. God's enemies. That is more related to the tribulation period. The tribulation period. നാം അതേപ്പറ്റിയും യഹോവയുടെ നാൾ എന്നതിനെ കുറിച്ചും നേരത്തെ പഠിച്ചിട്ടുള്ളതാണല്ലോ. നാലാമത്തെ കാര്യം, as per
Isaiah chapter 14, we see Israel should be redeemed after Babylon's destruction. യെശയ്യാ 14 അധ്യായത്തിലും നാം കാണുന്നത് ബാബിലോണിന്റെ നാശത്തിന് ശേഷമാണ് ഇസ്രായേൽ ജനത്തിന്റെ പൂർണ്ണമായ വീണ്ടെടുപ്പ് സംഭവിക്കുന്നത്. So Israel's final restoration will happen only after the utter doom or destruction, the final destruction of Babylon. അപ്പം ബാബിലോണിന്റെ നാശത്തിന് ശേഷമായിരിക്കും ഇസ്രായേലിന്റെ പൂർണ്ണമായ വീണ്ടെടുപ്പ്, അന്തിമമായ യഥാസ്ഥാപനമെന്ന് പഴയ നിയമഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതിലൊരു പ്രധാനപ്പെട്ട അധ്യായമാണ് യെശയ്യാ 14 അധ്യായം. ആ 14 അധ്യായത്തിൽ സാത്താനെ കുറിച്ചുള്ള സൂചനകൾ കൂടെ നമുക്കവിടെ ഉണ്ട്. അതും നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വിഷയവുമായിട്ടത് അങ്ങനെ ബന്ധപ്പെടാത്തത് കൊണ്ട് അതിന്റെ വിശദീകരണങ്ങളിലേക്കും പോകുന്നില്ല. അപ്പം ഈ ഭാഗങ്ങളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് വെളിപ്പാട് 18 അധ്യായത്തിലെ ബാബിലോൺ 17 അധ്യായത്തേതിൽ നിന്നും വ്യത്യസ്തയായ ഒരു ബാബിലോണാണ്. പല സാമ്യങ്ങൾ അവിടെ ഉണ്ടെങ്കിലും അത് രാഷ്ട്രീയ, വാണിജ്യ, അക്ഷരീകമായ ഒരു നഗരം, ഒരു പട്ടണം, ഒരു രാജ്യമാണ് എന്നുള്ളതാണ്. കാരണം തിരുവെഴുത്തിന്റെ പ്രവചനങ്ങൾ പലതും അതിൽ നിറവേറുവാനായിട്ട് ബാക്കിയുണ്ട്. 5ാമത് ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നാം വീണ്ടും കാണുന്നത് it should drink the cup of the wrath of God among all nations. Babylon should drink the cup of the wrath of God among all nations. ഇതര ജാതികളിൽ വെച്ച് ഏറ്റവും അധികമായി ദൈവത്തിന്റെ ക്രോധമദ്യം കുടിച്ചു തീർക്കേണ്ട പട്ടണം, രാജ്യവും ബാബിലോണാണ്. നാം അതിൻ്റെ കാരണങ്ങളൊക്കെ കഴിഞ്ഞ അധ്യായത്തിലും കാണുകയുണ്ടായി. ബാബിലോണ്യ മതത്തിന്റെ രംഗപ്രവേശത്തോടുകൂടെ സകല ലോകത്തിലേക്കും ദുരുപദേശകരെയും പറഞ്ഞുവിട്ട ഒരു സാമ്രാജ്യ ശക്തിയായി ബാബിലോണിനെ നമുക്ക് കാണാം. അതായത് നമ്മൾ നേരത്തെ 17 അധ്യായത്തിലും അത് കാണുകയുണ്ടായി. ഇതിനു മുമ്പും മറ്റു പല ഭാഗങ്ങളോടനുബന്ധിച്ചും നമ്മൾ കണ്ടു. ബാബിലോൺ എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ ദൈവത്തോട് സംഘടിതമായി മത്സരിച്ച ഒരു പട്ടണം, ഒരു രാജ്യം. ബാബിലോൺ ഈസ് ദ വെരി ഇക്വേഷൻ ഓഫ് ഓർഗനൈസ്ഡ് rebellion against God. Or Babylon was the very inaugural nation that organized a rebellion against God. ദൈവത്തിനെതിരായിട്ടുള്ള സുസംഘടിതമായ മത്സരം തുടങ്ങിവച്ച രാഷ്ട്രമാണ്, ദേശമാണ്, ജാതിയാണ് ബാബിലോൺ.
അതുകൊണ്ട് തന്നെ മറ്റ് എല്ലാ ജാതികളിലും വെച്ച് ദൈവത്തിന്റെ ക്രോധമദ്യം ഏറ്റവും കുടിച്ചു തീർക്കേണ്ട പട്ടണം ബാബിലോണാണ്. ബാബിലോൺ. Babylon also was the first world empire which subdued most of the known world, most of the civilized world. ഏറ്റവും ആദ്യത്തെ ലോക സാർവത്രിക സാമ്രാജ്യം എന്ന് വിളിക്കപ്പെടാൻ സാധിക്കുന്നതും ബാബിലോണാണ്. ബാബിലോണിന് മുമ്പ് അസീറിയയും അതിനു മുമ്പ് ഈജിപ്തും ഉണ്ടായിരുന്നെങ്കിൽ കൂടെ ബാബിലോണിനെ പോലെ മുഴു ലോകത്തെയും പിടിച്ചടക്കിയ ഒരു ലോക സാമ്രാജ്യ ശക്തിയായി അവർ വന്നിരുന്നില്ല. എന്നാൽ അന്നത്തെ കണക്കിന് അവരെ നമുക്ക് മനസ്സിലാക്കാം, മറ്റു പല രാജ്യങ്ങളെയും അവർ കീഴടക്കിയിരുന്നു. അതുകൊണ്ട് ബാബിലോണിന് മുമ്പുള്ള അശൂരിനെയും മിസ്രൈമിനെയും ഈജിപ്തിനെയും നമ്മൾ ലോകമഹാശക്തികളായിട്ട് കണക്കാക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ പൂർണ്ണ അളവിൽ ലോക സാമ്രാജ്യത്വത്തിലേക്ക് ഉയർന്നു വന്ന ആദ്യത്തെ സാമ്രാജ്യം ബാബിലോണാണ്. ബാബിലോണിന്റെ ഈ ആധുനിക ബാബിലോണിന്റെ അല്ലെങ്കിൽ ഈ സാമ്രാജ്യത്വത്തിലേക്ക് ഉയർന്ന ബാബിലോണിന്റെ ആദ്യത്തെ ചക്രവർത്തി നെബൂഖദ്നേസർ. ആ നെബൂഖദ്നേസറും അഹങ്കാരത്തിന്റെ പര്യായമായിട്ട് നിലനിൽക്കുന്നത് നമുക്കറിയാമല്ലോ. അവൻ ദൈവത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നെബൂഖദ്നേസറിന്റെ ദൈവം ദാനിയേൽ 2-ാം അധ്യായത്തിലെ സ്വപ്നം നൽകിയിട്ടുണ്ട്. ഒക്കെ ശരിയാണെങ്കിലും നാം കാണുന്നത് ദൈവത്തിനെതിരെ മത്സരിച്ച ആദ്യത്തെ സാമ്രാജ്യം ഉൽപ്പത്തിയിൽ ബാബിലോണാണ്. അതുപോലെ തന്നെ ലോക സാമ്രാജ്യങ്ങളിൽ ഒന്നാമത്തേതും ബാബിലോണാണ്. ഏതാണ്ട് 605 അല്ലെങ്കിൽ 606 BC അത് തുടങ്ങിയതായി നമുക്ക് കാണാം. ആ നെബൂഖദ്നേസറിന്റെ അഹങ്കാരമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടല്ലോ 4-ാമത്തെ അധ്യായത്തിൽ ദാനിയേൽ പ്രവചനം. ഞാൻ എൻ്റെ മഹത്വത്തിനായി ഉണ്ടാക്കിയ മഹതിയാം ബാബിലോൺ അല്ലയോ ഇത്. പഴയ രാജാക്കന്മാരൊക്കെ, ഇസ്രായേലി രാജാക്കന്മാർ ഉൾപ്പെടെ പല വിവാഹം കഴിക്കാറുണ്ടായിരുന്നു. ഒന്ന്, അവർക്ക് ഇഷ്ടം പോലെ കാശുണ്ട്. മറ്റൊന്ന്, ആരോടും ചോദിക്കാൻ ആരില്ല. പിന്നെ മറ്റ് രാജാക്കന്മാരോടൊക്കെ സഖ്യത ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയും അവരുടെ പെൺമക്കളെയോ അല്ലെങ്കിൽ അവരുടെ പെങ്ങന്മാരെയോ ഒക്കെ വിവാഹം കഴിക്കുന്ന ഒരു രീതി. ഇങ്ങനെയൊക്കെയാണ് പല വിവാഹങ്ങൾ കഴിക്കുന്നത്. അങ്ങനെ നെബൂഖദ്നേസർ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന ഒരു രാജ്ഞി, അവൾ ഒരു ഗാർഡൻ സിറ്റിയിൽ നിന്നുള്ളവളായിരുന്നത് കൊണ്ട് അവളെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി താൻ ഒരു ഹാങ്ങിങ് ഗാർഡൻ ഉണ്ടാക്കി എന്നാണ് ചരിത്രം പറയുന്നത്. ഒരു തൂക്കുവനം ഉണ്ടാക്കി. അതിന്റെ മനോഹാരിതയൊക്കെ കണ്ടിങ്ങനെ നിൽക്കുമ്പോഴാണ് തൻ്റെ മനസ്സിൽ ഈ ഒരു ചിന്ത ഉദിച്ചത്. ഇതൊക്കെ എൻ്റെ മഹത്വത്തിനായി ഞാൻ ഉണ്ടാക്കിയ മഹതിയാം ബാബിലോൺ. അവന്റെ ഉള്ളിൽ ആ അഹങ്കാരം വന്നു, ആ ഞാനെന്ന ഭാവം വന്നു. അപ്പോൾ തന്നെ അവനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് വനത്തിലേക്ക് 7 വർഷത്തെ വനവാസത്തിന് വേണ്ടി മാറ്റി. അവൻ കാളയെപ്പോലെ പുല്ല് തിന്നു, കഴുകനെ പോലെ അവന് രോമം വളർന്നു, നഖങ്ങൾ വളർന്നു എന്നൊക്കെയാണല്ലോ നാം അവിടെ കാണുന്നത്.
അപ്പോൾ അഹങ്കാരത്തിന്റെ മൂർത്തിമത് ഭാവമായി നെബൂഖദ്നേസർ നിലനിൽക്കുന്നു. അതുകൂടാതെ ദൈവത്തിന്റെ ആലയം, യെരൂശലേമിൽ ഉണ്ടായിരുന്ന ദൈവത്തിന്റെ ആലയത്തെ കൊള്ളയടിച്ചതും ഇടിച്ചു കളഞ്ഞതും ചുട്ടുകളഞ്ഞതുമൊക്കെ ഈ ബാബിലോണാണ്. ഇസ്രായേലിന്റെ പാപം നിമിത്തമാണ് ദൈവം ഏൽപ്പിച്ചു കൊടുത്തത് എന്നത് ശരി തന്നെ. പക്ഷേ ഇസ്രായേലിന്റെ പാപം നിമിത്തം ദൈവം അവരെ ഏൽപ്പിച്ചു തന്നു എന്ന് ഗണിക്കുന്നതിന് പകരം തന്റെ ശക്തി കൊണ്ട് ഇതൊക്കെ ചെയ്തു എന്ന് അവർ ചിന്തിച്ചതാണ് പാപമായി തീർന്നത്. ഇസ്രായേൽ ഉൾപ്പെടെ ഉള്ളവരെ അവർ പീഡിപ്പിച്ചതായി പിൽക്കാലത്ത് പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് ആണ് ദൈവം അവരെ നശിപ്പിക്കും എന്ന്, ഉന്മൂലനം ചെയ്യുമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ദൈവക്രോധമദ്യം ബാബിലോൺ കുടിക്കണം എന്നുള്ള ദൈവ വ്യവസ്ഥയും നാം കാണുന്നത്. അതുകൂടാതെ ഒരു കാര്യവും കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടാം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? എന്തെങ്കിലും വിശദീകരണം ഇത്രയും കാര്യങ്ങളിൽ ആവശ്യമുണ്ടോ? ഇല്ല. ഒരു കാര്യവും കൂടെ അതിൽ പറഞ്ഞ് നമുക്ക് നിർത്താം. നമുക്ക് സഖരിയ പ്രവചനത്തിൽ ഒരു പ്രവചനം കാണാം. സഖരിയാവ് പ്രവചിക്കുന്നുണ്ട്. 5-ാം അധ്യായത്തിന്റെ 15 എൻ്റെ ചിന്ത. 5-15 ഇല്ല. 5-ന്റെ എന്നാൽ 5 തൊട്ട് നോക്കിക്കേ. സഖരിയ 5-ന്റെ 5 മുതൽ ഏഫയെ കുറിച്ചുള്ള ഉണ്ട്. അനന്തരം എന്നോട് സംസാരിക്കുന്ന ദൂതൻ പുറത്തു വന്ന് എന്നോട്, നീ തല പൊക്കി ഈ പുറപ്പെടുന്നത് എന്താകുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു. അതെന്തെന്ന് ഞാൻ ചോദിച്ചതിന്, പുറപ്പെടുന്നതായ ഒരു ഏഫ എന്ന് അവൻ പറഞ്ഞു. അത് സർവ്വദേശത്തിലും ഉള്ള അവരുടെ അകൃത്യം എന്നും അവൻ പറഞ്ഞു. പിന്നെ ഞാൻ വട്ടത്തിലുള്ള ഒരു ഈയപ്പലക പൊങ്ങിപ്പോകുന്നതും അവിടെ ഏഫായുടെ നടുവിൽ ഒരു സ്ത്രീ ഇരിക്കുന്നതും കണ്ടു. ഇത് ദുഷ്ടതയാകുന്നു എന്ന് പറഞ്ഞ് അവൻ അവളെ ഏഫായുടെ അകത്താക്കി ഈയപ്പലക കൊണ്ട് അടച്ചു. ഞാൻ പിന്നെയും തലപൊക്കി നോക്കിയപ്പോൾ 2 സ്ത്രീകൾ പുറത്തു വരുന്നത് കണ്ടു. അവരുടെ ചിറകിൽ കാറ്റുണ്ടായിരുന്നു. അവർക്ക് പെരിഞ്ഞാറയുടെ ചിറകുപോലെ ചിറകുണ്ടായിരുന്നു. അവർ ഭൂമിക്കും ആകാശത്തിനും മധ്യേ ഏഫായെ പൊക്കിക്കൊണ്ടുപോയി. എന്നോട് സംസാരിക്കുന്ന ദൂതനോട് അവർ ഏഫായെ എവിടേക്ക് കൊണ്ടുപോകുന്നു എന്ന് ഞാൻ ചോദിച്ചു. അതിന് അവൻ, ഷിനാർ ദേശത്ത് അവർ അവൾക്ക് ഒരു വീട് പണിവാൻ പോകുന്നു. അത് തീർന്നാൽ അവളെ സ്വസ്ഥാനത്ത് പാർപ്പിക്കും എന്ന് എന്നോട് പറഞ്ഞു. ഇവിടുത്തെ സഖരിയാവിന്റെ പ്രവചനം അത്ര നമുക്ക് മനസ്സിലാകുന്നതല്ലായിരിക്കും. ഏഫായും തളികയും സ്ത്രീയും ഷിനാറും ഒക്കെ അതിനകത്തിലുണ്ട്. ഇനിയും തളിക എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അന്യഗ്രഹജീവിയാണെന്നൊക്കെ ആരെങ്കിലും പ്രവചിച്ച് കളയും. തളികയൊന്നും ഇല്ലാഞ്ഞിട്ടും ഏലിയൻസിനെ കൊണ്ടുവരുന്ന പ്രസംഗകർ ഇഷ്ടം പോലെയുണ്ട് നമുക്ക്. അപ്പം ഇവിടെ ഇനിയും തളിക, പറക്കും തളിക എന്നൊക്കെ പറഞ്ഞ് ഏലിയൻസിന്റെ വാഹനമാണെന്നൊക്കെ വേണമെങ്കിൽ പ്രവചിച്ചേക്കാം. അറിയില്ല പ്രവചിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ കേട്ടിട്ടില്ല. ഒരുപക്ഷെ ഉണ്ടായേക്കാം. അത്ര എളുപ്പം വ്യാഖ്യാനിക്കാൻ പ്രയാസമുള്ള ചില പ്രവചന ഭാഗങ്ങളാണ് ഇവിടെ. ഇന്ന് അത് തീരുമോ എന്നെനിക്ക് സംശയമുണ്ട്. എങ്കിലും ഒന്ന് തുടങ്ങി വെക്കുന്നു. ഏകദേശം 5-6 മിനിറ്റ് ഇനി നമുക്കുള്ളൂ. ഏതായാലും
ആ ഭാഗം, ആ ഒരു പോയിന്റ് മാത്രം പറഞ്ഞു വിടാം. വിശദീകരണം നമുക്കതിൻ്റെ നാളെയാകാം. ഇവിടെ നാം കണ്ടല്ലോ, പ്രവാചകൻ സഖരിയാവ് കാണുന്നു ഒരു ഏഫായും തള്ളികയും ഒക്കെ എന്താണെന്ന് നമുക്ക് പിന്നീട് നോക്കാം. ഏഫ, അതിന് നടുവിൽ ഒരു സ്ത്രീ. ഈ സ്ത്രീയെ എവിടെ കൊണ്ട് പാർപ്പിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്? ഷിനാർ ദേശത്ത്. ഷിനാർ ദേശം ഏതാണെന്ന് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ബാബിലോൺ. അപ്പം ബാബിലോണ്യ സാമ്രാജ്യം പടുത്തുയർത്തിയത് ഷിനാർ ദേശത്താണെന്നും നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ച നിമ്രോദിന്റെയും കുടുംബത്തിന്റെയും ഒക്കെ മതം തുടങ്ങിയതും സാമ്രാജ്യം ആരംഭിച്ചതും അവിടെ നിന്നാണെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ ഷിനാർ ദേശത്ത് കൊണ്ട് പാർപ്പിക്കുന്ന ഈ സ്ത്രീയെ സംബന്ധിച്ച് അതാരാണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്? ആ സ്ത്രീയുടെ അർത്ഥം അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വിക്കറ്റ്നെസ്, അബോമിനേഷൻ, ദുഷ്ടത. അപ്പൊ ഇവിടെയും ഒരു സ്ത്രീ സിംബലൈസ് ചെയ്യുന്നത്, ഒരു സ്ത്രീയുടെ സാദൃശ്യം നമുക്ക് ലഭിക്കുന്നത് എന്തിൻ്റെ രൂപകമായിട്ടാണ്? ദുഷ്ടതയുടെ, അകൃത്യത്തിൻ്റെ, മ്ലേച്ഛതയുടെ, പാപത്തിൻ്റെ. അപ്പോൾ ഇവിടെയും ഈ 17ഉം 18ഉം അധ്യായങ്ങളിലും നമുക്ക് ഓരോ സ്ത്രീകളെ കാണാമല്ലോ. സ്ത്രീകൾ എന്ന പരാമർശം അവിടെ അക്ഷരീയ സ്ത്രീകൾ അല്ലെന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ കണ്ടു. അവിടെ പറയുന്ന വേശ്യാവൃത്തി അക്ഷരീയമായ വേശ്യാവൃത്തി അല്ല. അവിടെ സാദൃശ്യങ്ങളാണ്, സാദൃശ്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ അതിൻ്റെ അർത്ഥമായി നാം കാണുന്നത് ദുഷ്ടത. അപ്പോൾ ഈ ദുഷ്ടത, ഈ സ്ത്രീ എവിടെ കൊണ്ട് പാർപ്പിക്കുമെന്നാണ്? ഷിനാർ ദേശത്ത് അഥവാ ബാബിലോണിൽ. ബാബിലോണിൽ. അപ്പോൾ ഈ പ്രവചനത്തിന്റെ നിവൃത്തിയും നടക്കേണ്ടത് അക്ഷരീക ബാബിലോണിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്തോത്രം. So here, as per this prophecy, description will be, God willing, on tomorrow. But here we see this has a literal as well as a symbolic meaning. ഇവിടെ നമുക്ക് അക്ഷരീയമായിട്ടും സാദൃശ്യമായിട്ടും പൂർത്തീകരണം കാണുവാൻ സാധിക്കും. ആ വിശദീകരണം കർത്താവ് വന്നില്ലെങ്കിൽ നമുക്ക് നാളെയാകാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ 6 കൂട്ടം കാര്യങ്ങൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാക്കി തരുന്നു. 18-ാം അധ്യായം വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ബാബിലോൺ 17-ാം അധ്യായത്തിലേതുപോലെ ഉള്ള ഒന്നല്ല. അത് അക്ഷരീയമായ ബാബിലോണിനെ കുറിക്കുന്നതാണ്. അക്ഷരീയമായ ബാബിലോണിനെ കുറിക്കുന്നു. അതുകൊണ്ട് അക്ഷരീയം മാത്രം എന്നല്ല, അതിന് ഒരു സാദൃശ്യവും കൂടെയുണ്ട്. അതുകൊണ്ടാണ് നാം അതിനെ രാഷ്ട്രീയ ബാബിലോണെന്നും വാണിജ്യ ബാബിലോണെന്നും വിളിക്കുന്നത്. ആ വാണിജ്യ സമ്പദ് വ്യവസ്ഥ, ലോക സമ്പദ് വ്യവസ്ഥയെ കാണിക്കുന്നതുമാണ്. ലോക രാഷ്ട്രീയ ഭരണത്തെ കാണിക്കുന്നതുമാണ്. അത് അക്ഷരീയവുമാണ്, സാദൃശ്യമുള്ളതുമാണ്. അതിന്റെ വിശദീകരണം കർത്താവ് വന്നില്ലെങ്കിൽ നമുക്ക് 6-ാമത്തേതിന്റെ നാളെയാകാം. ഉപസംഹരിക്കുന്നു. സ്തോത്രം. ഇന്നലെ ഞാൻ ഓർപ്പിച്ചതുപോലെ കാലങ്ങൾ എത്ര കഴിഞ്ഞാലും, നൂറ്റാണ്ടുകളോ സഹസ്രാബ്ദങ്ങളോ കഴിഞ്ഞാലും നമ്മുടെ ദൈവം ഓർക്കുന്നവനാണ്. എന്തോർക്കും? നാം ഇന്നലെ 14-ാം അധ്യായം വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചതുപോലെ ബാബിലോണിന്റെ അകൃത്യത്തെ ഓർത്തു.
സ്തോത്രം. ദൈവത്തോട് പാപം ചെയ്യുന്ന വ്യക്തികളായാലും കുടുംബങ്ങളോ സഭകളോ സമൂഹങ്ങളോ ആയാലും സ്തോത്രം, മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ ദൈവം അവരുടെ അകൃത്യങ്ങളെ ഓർക്കും. ദൈവം അകൃത്യങ്ങളെ ഓർത്താൽ സ്തോത്രം, ദൈവം അകൃത്യങ്ങളെ കണക്കിട്ടാൽ ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കാകുന്നവൻ ആരുമില്ല. 130 സങ്കീർത്തനത്തിന്റെ ആദ്യ വാക്യങ്ങൾ പറയുന്നത് പോലെ, യഹോവേ നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ എന്താ? ആർ നിലനിൽക്കും. സ്തോത്രം. ഓർമ്മ വച്ചാൽ, കണ്ടോ, ഓർമ്മ വച്ചാൽ. ബാബിലോൺ ലോക സംസ്കാരത്തിന്റെ ആദ്യ കാലങ്ങൾ മുതൽ ചെയ്തു വന്ന പാപം, മാനസാന്തരത്തിന് അവസരം കൊടുത്തിട്ടും മാനസാന്തരപ്പെടാതെ തുടർന്നു കൊണ്ടുപോയതിനാൽ നീതിമാനായ ദൈവം അവളെ ന്യായവിധിക്കു വേണ്ടി ഓർത്തു എന്ന് വെളിപ്പാട് 14 നമ്മൾ വായിച്ചു. എന്നാൽ നമ്മെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയും, കർത്താവേ, അങ്ങ് ഞങ്ങളുടെ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചില്ലല്ലോ. സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചിരുന്നെങ്കിൽ കർത്താവേ, ആർ, ആ വാക്യം തന്നെ 130 ആർ 2, നിലനിൽക്കും. 3 ആറും നിലനിൽക്കും. സ്തോത്രം. ദൈവസന്നിധിയിൽ നിൽക്കാൻ നമുക്ക് കഴിയില്ലായിരുന്നു. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നു, എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട്. വിമോചനമുണ്ട്. നമുക്കിന്ന് രാത്രി അതാണ് പറയാൻ സാധിക്കുക. ദൈവമേ, എന്റെ അകൃത്യങ്ങളെ അങ്ങ് ഓർമ്മ വെച്ചിരുന്നെങ്കിൽ തിരുമുമ്പാകെ നിൽപ്പാൻ എനിക്ക് കഴിയില്ലായിരുന്നു. എന്നാൽ അങ്ങയെ ഭയപ്പെടുവാൻ തക്കവണ്ണം അങ്ങയുടെ പക്കൽ വിമോചനം, ക്ഷമയുണ്ട്. നമ്മുടെ ദൈവത്തിന്റെ ഏറ്റവും വലിയ അധികാരം പാപങ്ങളെ ക്ഷമിപ്പാനുള്ള അധികാരമാണെന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നു. സ്തോത്രം. കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു. അതുകൊണ്ട് നമുക്കിന്ന് ദൈവസന്നിധിയിൽ നിൽപ്പാൻ കഴിയുന്നു. അവയെ കർത്താവിനെ ഓർക്കുന്നില്ല. നമ്മുടെ അകൃത്യങ്ങളെ സമുദ്രത്തിന്റെ ആഴത്തട്ടിലേക്കിട്ട് അവയെ പിന്നെ ഓർക്കാതെ നമ്മെ തന്റെ കരുണയാൽ ചേർത്തണച്ച ദൈവത്തിന്റെ മഹാദയയ്ക്കായി, ക്ഷമയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വീണ്ടും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവേ, ഞങ്ങളുടെ അകൃത്യങ്ങളെ കണക്കിടരുതേ. അപ്പോൾ നമുക്കും പറയാൻ കഴിയും, ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനാണ്. എന്തുകൊണ്ടെന്നാൽ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവനാണ് ഞാൻ. അവനെപ്പോലൊരു ഭാഗ്യവാൻ ഉലകത്തിലില്ല. നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം, സ്തോത്രം, ഭൗതികമായ, സാമൂഹികമായ, വിദ്യാഭ്യാസപരമായ യാതൊന്നുമല്ല. സാമ്പത്തികമായ, ഔദ്യോഗികമായ ഒന്നുമല്ല. സ്തോത്രം. നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം, നാം നിരക്ഷരരാകട്ടെ, സൗന്ദര്യമില്ലാത്തവരാകട്ടെ, ജോലിയില്ലാത്തവരാകട്ടെ, വരുമാനമില്ലാത്തവരാകട്ടെ, കിടക്കാടമില്ലാത്തവരാകട്ടെ, നല്ലൊരു വസ്ത്രം പോലും നമുക്കില്ലാതിരിക്കട്ടെ, സാരമില്ല. സ്തോത്രം. യഹോവ നമ്മുടെ അകൃത്യം കണക്കിടാതിരിക്കുന്നെങ്കിൽ, യഹോവ നമ്മുടെ ലംഘനങ്ങളെ ക്ഷമിച്ചെങ്കിൽ, ദൈവം നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളഞ്ഞെങ്കിൽ, നമ്മെപ്പോലെ ഭാഗ്യവാന്മാർ വേറെ ആരുമില്ല. നമുക്ക് ലഭ്യമായ മഹാഭാഗ്യത്തിനായി സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ വേറെ ഒന്നും കൊണ്ടും, ശുശ്രൂഷയിലെ വിജയം കൊണ്ട് പോലും സന്തോഷിക്കരുത്. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ തന്നെ സന്തോഷിപ്പീൻ. ശിക്ഷകൾ പോയല്ലോ, നാം രക്ഷിതർ ആയല്ലോ. ശിക്ഷായോഗ്യർ, ദൈവത്തിൻ അവകാശികളായല്ലോ. ആ മഹാഭാഗ്യം നാം ഒരുമിച്ച് നമ്മുടെ പാപവിമോചകനായ കർത്താവുമൊത്ത് ആസ്വദിക്കുന്ന ദിനം വളരെ അടുത്തിരിക്കുന്നു. അതിനുവേണ്ടി നമ്മുടെ കർത്താവ് വരുന്നു. ആകയാൽ ആ സന്തോഷത്തെ ഓർത്ത്, ആ പ്രത്യാശയാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങളും സാരമില്ലെന്നെണ്ണിക്കൊണ്ട്
നമുക്ക് മുൻപോട്ട് നമ്മുടെ ജീവിതം നയിക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.